നമസ്കാരം. പ്രവാസി മലയാളി പ്ലസിലേക്ക് പ്രിയ പ്രവാസികൾക്ക് സ്വാഗതം. എപ്പോഴും നമ്മൾ ഭയപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ വാർത്ത എടുക്കുമ്പോൾ തന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധയോടുകൂടി കേൾക്കുന്ന ഒരു വാർത്തയാണ് സ്വദേശിവൽക്കരണം എന്ന് പറയുന്നത്. സ്വദേശിവൽക്കരണം നമ്മളെ പ്രവാസികളെ വല്ലാതെ ബാധിക്കുന്നുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്നല്ലെങ്കിൽ നാളെ അതൊരു വലിയൊരു ഇടുത്തി പോലെ നമ്മുടെ തലയ്ക്ക് മുകളിൽ ഇരിക്കുകയാണ്. ഇപ്പോഴത് അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നുണ്ട്. ഒപ്പം സ്കൂൾ തുറക്കാനുള്ള ദിവസം ഇങ്ങടുത്തിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടും ചില വാർത്തകൾ വരുന്നുണ്ട്. അതിലേക്കൊക്കെ തന്നെ നമുക്ക് കടക്കാം. UAE-യിൽ നിർബന്ധിത സ്വദേശിവൽക്കരണത്തിൽ കൃത്രിമം നടത്തിയ 405 കമ്പനികൾക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചതായി മാനവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം. ഈ വർഷം ആദ്യ 6 മാസത്തിനിടെ നടത്തിയ പരിശോധനയിലാണ് ഇത്രയും കമ്പനികൾ നിയമം ലംഘിച്ചതായി കണ്ടെത്തിയത്. സ്വദേശികളുടെ പേരിൽ വ്യാജ തൊഴിൽ കരാറുണ്ടാക്കി വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്ത കമ്പനികൾക്കെതിരെയാണ് നടപടി സ്വീകരിച്ചത്. കഴിഞ്ഞ വർഷം 113 സ്വദേശികളെ നിയമിച്ചതായി വ്യാജരേഖയുണ്ടാക്കിയ കമ്പനിക്ക് 1 കോടി ദിർഹം പിഴ ചുമത്തിയിരുന്നു. നിയമം മറികടക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്നും പറഞ്ഞു. പിഴ 5 ലക്ഷം. സ്വദേശിവൽക്കരണത്തിൽ കൃത്രിമം നടത്തുന്നവർക്ക് 1 ലക്ഷം മുതൽ 5 ലക്ഷം ദിർഹം വരെ പിഴ ചുമത്തുന്നതിന് പുറമെ കമ്പനികൾക്കുള്ള സർക്കാർ സഹായം നിർത്തിവെക്കുകയും ചെയ്യും. നിയമലംഘനം ആവർത്തിച്ചാൽ 3 ലക്ഷവും മൂന്നാമതും നിയമം ലംഘിച്ചാൽ 5 ലക്ഷം ദിർഹവുമായിരിക്കും പിഴ. സ്വദേശിവൽക്കരണം മറികടക്കാൻ കമ്പനിയിലെ തൊഴിലാളികളുടെ എണ്ണം കുറച്ചു കാണിച്ചാലും സമാന ശിക്ഷ തന്നെയാണ്. സ്വദേശികളെ നിയമിക്കുന്നതിൽ കൃത്രിമം നടത്തുകയോ വ്യാജരേഖകൾ സമർപ്പിക്കുകയോ ചെയ്താൽ 20,000 ദിർഹമായിരിക്കും പിഴ. ഇതിനു പുറമെ മറ്റ് നടപടികളും നേരിടേണ്ടി വരും. ആനുകൂല്യം തടയുകയും ചെയ്യും. വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ അടങ്ങിയ രേഖകൾ സമർപ്പിക്കുക, നാഫീസ് ആനുകൂല്യങ്ങൾ കൈപ്പറ്റുക, സ്വദേശിവൽക്കരണം ഒഴിവാക്കാനും മറികടക്കാനും ശ്രമിക്കുക എന്നീ നിയമലംഘനം നടത്തുന്ന കമ്പനികൾക്കുള്ള ആനുകൂല്യങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുന്നത് ഉൾപ്പെടെ കടുത്ത നടപടികളാണ് ഉണ്ടാകുക. കൂടാതെ അനർഹമായി നാഫിസിൽ നിന്നും പറ്റിയ തുക തിരിച്ചുപിടിക്കും. തൊഴിൽ നിയമത്തിന്റെ ഭാഗമായ പരിശീലനങ്ങളിൽ നിന്ന് തുടർച്ചയായി 10 ദിവസമേ, പലപ്പോഴായി 20 ദിവസമേ വിട്ടുനിൽക്കാൻ അവരുടെ ആനുകൂല്യങ്ങളും തടയും എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. ഇനി എന്താണ് നാഫിസ് എന്ന് നമുക്ക് നോക്കാം. UAE-യിലെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിശ്ചിത ശതമാനം സ്വദേശികളെ നിയമിക്കുന്ന പദ്ധതിയാണ് ഇമറാത്തി ടാലന്റ് കോമ്പറ്റീറ്റീവ്നെസ് കൗൺസിൽ പ്രോഗ്രാം, അതായത് നാഫിസ് എന്ന് പറയുന്നത്. 2022 ആരംഭിച്ച പദ്ധതി പ്രകാരം 50 അതിൽ കൂടുതലോ ജീവനക്കാരുള്ള സ്വകാര്യ കമ്പനികളിൽ വർഷത്തിൽ 2% സ്വദേശിവൽക്കരണം നടപ്പാക്കണമെന്നാണ് നിയമം. 2026 പൂർത്തിയാക്കുന്ന പദ്ധതി പ്രകാരം സ്വകാര്യ മേഖലയിൽ മൊത്തം 10% സ്വദേശികളെ നിയമിക്കുകയാണ് ലക്ഷ്യം. ജൂൺ വരെയുള്ള കണക്കനുസരിച്ച് 28,000 സ്വകാര്യ കമ്പനികളിലായി 1,41,000 സ്വദേശികൾ ജോലിക്ക് ചേർന്നത് പദ്ധതിയുടെ വിജയമാണെന്നാണ് വിലയിരുത്തൽ. എന്തായാലും ഒരിടത്ത് പദ്ധതി വിജയിക്കുമ്പോൾ പൂർണ്ണമായും തകരുന്നത് പ്രവാസികൾ തന്നെയാണ്. കാരണം ഏറ്റവും കൂടുതലും അവിടെ ജോലി ചെയ്യുന്നത് പ്രവാസികളാണ്. പല മേഖലകളിൽ ഉന്നതത്തിലുള്ള മേഖലയായിക്കോട്ടെ, ഒരു ബാങ്ക് എടുത്തു കഴിഞ്ഞാൽ ബാങ്കിലെ മാനേജറായി തൊട്ട് ഒരുപക്ഷെ അവിടുത്തെ സെക്യൂരിറ്റി വരെ, അവിടുത്തെ ക്ലീനിങ് സ്റ്റാഫ്, അവിടുത്തെ മറ്റ് സെയിൽസ്മാൻമാർ, അവിടുത്തെ മറ്റ് അംഗങ്ങൾ, ചാർട്ടേഡ് അക്കൗണ്ടുകൾ, ഇവരെല്ലാവരും തന്നെ ഒരുപക്ഷെ മലയാളികളായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇവരുടെയൊക്കെ തന്നെ വലിയൊരു ജോലി കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ വലിയൊരു ഇടുത്തി പോലൊരു വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. അടുത്ത വാർത്തയുണ്ട്. ദുബായ് ഡ്യൂട്ടി ഫ്രീ നറുക്കെടുപ്പിൽ മലയാളിക്ക് $10 ലക്ഷം, 8.7 കോടി രൂപ സമ്മാനം. ദുബായിൽ ആർക്കിടെക്ചറൽ കോൺസൾട്ടൻസിയിൽ ഡോക്യുമെന്റ് കൺട്രോളറായി ജോലി ചെയ്യുന്ന കണ്ണൂർ സ്വദേശി പ്രദീപ് ചാലാടനാണ് ഭാഗ്യവാൻ. 20 വർഷമായി ദുബായിൽ ജോലി ചെയ്യുന്ന പ്രദീപിനെ 10 വർഷത്തെ ശ്രമത്തിനൊടുവിലാണ് ഭാഗ്യദേവത കടാക്ഷിച്ചത്. ഇന്ത്യക്കാരായ സഹപ്രവർത്തകനുമായി ചേർന്നാണ് ഇത്തവണ ടിക്കറ്റ് എടുത്തത്. UAE-യിൽ പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്ന ദിവസം സ്കൂൾ കുട്ടികളുടെ സർക്കാർ ജീവനക്കാരായ രക്ഷിതാക്കൾക്ക് അവരുടെ സൗകര്യമനുസരിച്ച് ജോലി സമയത്തിൽ മാറ്റം വരുത്താൻ അനുമതി നൽകി. ഫെഡറൽ അതോറിറ്റി ഫോർ ഗവൺമെന്റ് ഹ്യൂമൻ റിസോഴ്സ് പുറത്തിറക്കിയ അറിയിപ്പിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. സ്കൂളുകളിൽ കുട്ടികളെ കൊണ്ടുപോകാനും തിരികെ വീട്ടിലെത്തിക്കാനും കഴിയുന്ന തരത്തിൽ സ്കൂൾ തുറക്കുന്ന ദിവസം ജീവനക്കാർക്ക് അവരുടെ ജോലി സമയത്തിൽ മാറ്റം വരുത്താൻ അനുമതി നൽകുമെന്ന് ഫെഡറൽ മന്ത്രാലയങ്ങൾക്കും മറ്റ് സ്ഥാപനങ്ങൾക്കും ഫെഡറൽ അതോറിറ്റി ഫോർ ഗവൺമെന്റ് ഹ്യൂമൻ റിസോഴ്സ് നിർദ്ദേശം നൽകി. ഈ സൗകര്യം പരമാവധി 3 മണിക്കൂർ വരെ മാത്രമേ ലഭിക്കൂ എന്നും അധികൃതർ അറിയിച്ചു. നഴ്സറി, കിൻഡർ ഗാർഡൻ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് ആദ്യ ആഴ്ച മുഴുവൻ ഇളവ് ലഭിക്കും. കുട്ടികളെ പുതിയ രീതിയിൽ പരിചയപ്പെടുത്തിയതിന് കൂടുതൽ സമയം അനുവദിക്കാനാണ് ഇത്. ഇക്കാലയളവിൽ 3 മണിക്കൂർ വരെ ഇളവ് ലഭിക്കും. സ്കൂളുമായി ബന്ധപ്പെട്ട സമയ ഇളവ് തൊഴിലിടത്തിൽ നിലവിലുള്ള രീതികൾ അനുസരിച്ചും ജീവനക്കാരന്റെ മാനേജറുടെ അനുവാദത്തോടുകൂടിയുമായിരിക്കണം. പുതിയ നയം അനുസരിച്ച് രക്ഷിതാക്കൾക്ക് സ്കൂളിലെ PTA മീറ്റിംഗുകൾ, ബിരുദദാന ചടങ്ങുകൾ അല്ലെങ്കിൽ മറ്റ് സ്കൂളുമായി ബന്ധപ്പെട്ട പരിപാടികൾ എന്നിവയിൽ പങ്കെടുക്കാൻ 3 മണിക്കൂർ വരെ സമയം അനുവദിക്കും. വിവിധ കരിക്കുലങ്ങൾ അനുസരിച്ച് സ്കൂൾ ആരംഭിക്കുന്ന തീയതികളിൽ വ്യത്യാസമുണ്ടാകുന്നത് കണക്കിലെടുക്കണമെന്ന് തൊഴിലുടമകളോട് നിർദ്ദേശിച്ചിട്ടുമുണ്ട്.
ശരിക്കും നല്ലൊരു വാർത്ത തന്നെയാണല്ലേ. കാരണം സ്കൂളിലെ കുട്ടികളെ കൊണ്ടാക്കുന്ന സമയത്ത് ഒരു 3 മണിക്കൂറെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മണിക്കൂറെങ്കിലും 1 മണിക്കൂർ ഒന്ന് കിട്ടിയ വളരെ സന്തോഷമുള്ള കാര്യം. അതൊരു സ്വാഗതാർഹമായിട്ടുള്ളൊരു നടപടി. ഒമാനിലെ മദയിൽ നേരിയ ഭൂചലനം അനുഭവപ്പെട്ടിട്ടുണ്ട്. റിക്ടർ സ്കെയിലിൽ 2.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം പുലർച്ചെയാണ് അനുഭവപ്പെട്ടത്. പുലർച്ചെ 5:13 ഉണ്ടായ ഭൂകമ്പം ഭൂമിക്കടിയിൽ 5 കിലോമീറ്റർ ആഴത്തിലാണ് സംഭവിച്ചതെന്നാണ് ദേശീയ കാലാവസ്ഥാ വകുപ്പിലെ നാഷണൽ സിസ്മിക് നെറ്റ്വർക്ക് അറിയിച്ചിട്ടുള്ളത്. UAEക്ക് ഉള്ളിലായി സ്ഥിതി ചെയ്യുന്ന ഒമാന്റെ ഒരു ചെറിയ ഭൂഭാഗമാണ് മദ. ഇത് മുസന്തം ഉപദ്വീപിനും ഒമാന്റെ പ്രധാന ഭാഗത്തിനും ഇടയിലാണ്. ഫുജൈറയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. UAEക്കുള്ളിൽ ഭൂമിശാസ്ത്രപരമായി ഒറ്റപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിലും മദ ഒമാന്റെ ഭാഗമായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. മുസന്തം ഗവർണറേറ്റിൽ നിന്നാണ് ഇതിന്റെ ഭരണം നടക്കുന്നത്. ഭൂചലനത്തിന്റെ പ്രകമ്പനം UAEയിൽ അനുഭവപ്പെട്ടിട്ടില്ല എന്നും പ്രത്യാഘാതങ്ങളൊന്നും തന്നെ ഇല്ല എന്നും ദേശീയ കാലാവസ്ഥാ കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും 2.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ്. പക്ഷേ ബുദ്ധിമുട്ടും ഇല്ലാത്തത് ആശ്വാസമുള്ള വാർത്ത തന്നെയാണ്. ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിൽ നിന്ന് കണ്ണൂർ വിമാനത്താവളത്തിലേക്കുള്ള സർവീസ് നിർത്തിവെക്കാൻ ഇൻഡിഗോ എയർലൈൻസ് തീരുമാനിച്ചു. സീസൺ അല്ലാത്തതിനാൽ തന്നെ യാത്രക്കാർ കുറയുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ തീരുമാനം. ഈ മാസം 23 വരെയാകും സർവീസ് ഉണ്ടാവുക. താൽക്കാലികമായിട്ടാണ് സർവീസ് നിർത്തുന്നത് എന്നാണ് പറയുന്നത്. ഈ റൂട്ടിൽ ഇനി എയർ ഇന്ത്യ മാത്രമാകും സർവീസ് നടത്തുക. ഇൻഡിഗോ താരതമ്യേന കുറഞ്ഞ ടിക്കറ്റിൽ യാത്ര അനുവദിച്ചിരുന്നു. വിമാനങ്ങൾ കുറയ്ക്കുകയും യാത്രക്കാർ പതിവ് പോലെ തുടരുകയും ചെയ്താൽ ടിക്കറ്റ് നിരക്ക് കൂടും. ഇത് കണ്ണൂർ വിമാനത്താവളത്തെ ആശ്രയിക്കുന്നവർക്ക് തിരിച്ചടിയാണ്. അതേസമയം മറ്റ് 2 സന്തോഷ വാർത്തകൾ കൂടി പ്രവാസികൾക്ക് വരുന്നുണ്ട്. ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിലാണ് ഇൻഡിഗോ കണ്ണൂർ മസ്കറ്റ് സെക്ടറൽ സർവീസ് നടത്തിയിരുന്നത്. താൽക്കാലികമായിട്ടാണ് സർവീസ് നിർത്തിവെക്കുന്നത് എന്നും യാത്രക്കാരുടെ ലഭ്യത അനുസരിച്ച് പിന്നീട് കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും ഇൻഡിഗോ വൃത്തങ്ങളെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതേസമയം നേരത്തെ ബുക്ക് ചെയ്തവർ എന്താണ് ചെയ്യേണ്ടത് എന്ന വിവരം വന്നിട്ടുണ്ട്. നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് മാറ്റി ബുക്ക് ചെയ്യാൻ അവസരം നൽകും. അല്ലെങ്കിൽ മറ്റേതെങ്കിലും റൂട്ടിലേക്ക് യാത്ര അനുവദിക്കും. അല്ലെങ്കിൽ ടിക്കറ്റ് റദ്ദാക്കി റീഫണ്ട് നൽകും. ഇക്കാര്യത്തിൽ വ്യക്തതയ്ക്ക് വേണ്ടി ഇൻഡിഗോ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ആഭ്യന്തര അന്താരാഷ്ട്ര വിമാന സർവീസുകളിൽ മികച്ച കമ്പനിയാണ് ഇൻഡിഗോ. സർവീസുകൾ ഇടയ്ക്കിടെ ഇവർ പരിഷ്കരിക്കാറുമുണ്ട്. യാത്രക്കാരുടെ ലഭ്യത നോക്കിയാണ് ഇത്തരം തീരുമാനങ്ങൾ എടുക്കാറുള്ളത്. ഫ്ലൈനാസ് സൗദി സർവീസ് കൂട്ടിയത് നേട്ടമായിട്ടുണ്ടെന്ന വാർത്ത കൂടി വരുന്നു. സൗദി അറേബ്യയിലെ ബജറ്റ് എയർലൈൻസ് ആയ ഫ്ലൈനാസ് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള സർവീസുകളും എണ്ണം കൂട്ടിയിട്ടുണ്ട്. 2019 മുതലാണ് കരിപ്പൂർ ഫ്ലൈനാസ് സർവീസ് ആരംഭിച്ചത്. പിന്നീട് 4 സർവീസുമായി വരികയായിരുന്നു. ആദ്യം 3, പിന്നീട് 4 സർവീസായി ഉയർത്തുകയായിരുന്നു. ഇപ്പോൾ 6 ആക്കി ഉയർത്തിയിരിക്കുകയാണ്. സെപ്റ്റംബർ 2 മുതലാണ് പുതിയ ഷെഡ്യൂൾ പുറത്തുവരുന്നത്. ശനിയാഴ്ച ഫ്ലൈനാസ് സർവീസ് ഉണ്ടാകില്ല. ബാക്കി 6 ദിവസവും കോഴിക്കോട് റിയാദ് യാത്രയും ഉണ്ടാകും. റിയാദിൽ നിന്ന് അർദ്ധരാത്രി 12:45 പുറപ്പെടും. രാവിലെ 8:20 കരിപ്പൂരിലെത്തും. അല്പനേരത്തിന് ശേഷം 9:10 മടങ്ങും. 11:45 റിയാദിലെത്തും. സർവീസ് വർദ്ധിപ്പിച്ചതോടെ ടിക്കറ്റ് നിരക്ക് കുറയാനുള്ള സാധ്യതയുമുണ്ട്. ഒക്ടോബർ 27 മുതൽ സൗദി എയർലൈൻസിൽ റിയാദ് കോഴിക്കോട് റൂട്ടിൽ സർവീസ് തുടങ്ങുമെന്നാണ് മറ്റൊരു വിവരം. ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. സൗദി എയർലൈൻസ് കരിപ്പൂർ സർവീസ് ആരംഭിച്ചാൽ ഹജ്ജ് തീർത്ഥാടകർക്ക് നേട്ടമാകും. സൗദി അറേബ്യയിലുള്ള പ്രവാസികൾക്ക് സന്തോഷം നൽകുന്ന വിവരമാണ് ഇനിയുള്ളത്. സൗദി അറേബ്യയിലെ ബജറ്റ് എയർലൈനായ ഫ്ലൈനാസ് കോഴിക്കോട് നിന്നുള്ള സർവീസുകളുടെ എണ്ണം കൂട്ടാൻ തീരുമാനിച്ചു. സൗദിയ എയർലൈൻസ് വൈകാതെ കോഴിക്കോട് നിന്ന് സർവീസ് പുനരാരംഭിക്കുമെന്നാണ് മറ്റൊരു വിവരമുള്ളത്. റിയാദ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഫ്ലൈനാസ് 2007-ൽ നാസ് എയർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് ഫ്ലൈനാസ് എന്ന് പുനർനാമകരണം ചെയ്യുകയായിരുന്നു. ഏഷ്യയിലെ വിവിധ രാജ്യങ്ങളിലേക്ക് ഈ വിമാനം സർവീസ് നടത്തുന്നുണ്ട്. 2019 മുതലാണ് കരിപ്പൂർ സർവീസ് ആരംഭിക്കുന്നത്. അന്ന് 3 സർവീസായിരുന്നു. പിന്നീട് അടുത്ത മാസം മുതൽ 6 ആക്കി സർവീസ് ഉയർത്തുകയാണ്. കൂടുതൽ വിവരങ്ങൾ ഇതിനെക്കുറിച്ച് പറയാം. കുറഞ്ഞ നിരക്കിൽ സർവീസ് സാധ്യമാകുന്ന വിമാന കമ്പനിയാണ് ഫ്ലൈനാസ്. റിയാദ്, ജിദ്ദ, ദമാം, മദീന എന്നിവിടങ്ങളിൽ നിന്ന് ഏഷ്യ, ആഫ്രിക്ക, GCC രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്ക് ഫ്ലൈനാസ് സർവീസ് നടത്തുന്നു. തിരക്കേറിയ റൂട്ടുകളിൽ ഘട്ടങ്ങളായി സർവീസ് ഉയർത്തി വരികയാണ്. ഇതിന്റെ ഭാഗമാണ് കോഴിക്കോട് നിന്നുള്ള സർവീസ് എണ്ണം വർദ്ധിപ്പിക്കുന്നത്. വിമാനത്തിന്റെ സമയം ഇനി പറയാം. 2019 ഒക്ടോബറിൽ കരിപ്പൂരിൽ നിന്ന് സർവീസ് തുടങ്ങിയ വേളയിൽ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിലാണ് യാത്ര. പിന്നീട് സർവീസ് 4 ദിവസമാക്കി. അടുത്ത മാസം ആഴ്ചയിൽ 6 ദിവസം. സെപ്റ്റംബർ 2 മുതലാണ് പുതിയ ഷെഡ്യൂൾ പ്രകാരമുള്ള സർവീസ്. ഇതോടെ പ്രവാസികൾക്ക് നാട്ടിലേക്കുള്ള യാത്രാ സൗകര്യം മെച്ചപ്പെടുകയാണ്. ശനിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിലായിരിക്കും ഫ്ലൈനാസിന്റെ കോഴിക്കോട് റിയാദ് യാത്ര. റിയാദിൽ നിന്ന് അർദ്ധരാത്രി 12:45 പുറപ്പെടുന്ന വിമാനം രാവിലെ 8:20 കരിപ്പൂരിലെത്തും. രാവിലെ 9:10 മടങ്ങുന്ന വിമാനം 11:45 റിയാദിലെത്തും. 6 ദിവസം സർവീസ് ഉള്ളതിനാൽ ടിക്കറ്റ് കിട്ടാതെ പ്രതിസന്ധി നേരിടില്ല. മാത്രമല്ല നിരക്ക് കുറയാനുള്ള സാധ്യതയുമുണ്ട്. ജിദ്ദയിൽ നിന്നുള്ള സർവീസും പരിഗണനയിലാണ്.
ഒക്ടോബർ 27 മുതൽ റിയാദ് കോഴിക്കോട് റൂട്ടിൽ സൗദിയ എയർലൈൻസ് സർവീസ് തുടങ്ങുമെന്നാണ് അനൌദ്യോഗിക വിവരം. 2020 ഓഗസ്റ്റിൽ കരിപ്പൂരിൽ വിമാന ദുരന്തമുണ്ടായ സമയത്ത് സർവീസ് നിർത്തിവച്ചതാണ് ഈ വിമാനം. വലിയ വിമാനങ്ങൾക്ക് കരിപ്പൂരിൽ അനുമതി നിഷേധിച്ചതിനെ തുടർന്നായിരുന്നു സർവീസ് നിർത്തിവച്ചത്. സൗദിയ എയർലൈൻസ് കരിപ്പൂർ സർവീസ് ആരംഭിച്ചാൽ ഹജ്ജ് തീർത്ഥാടകർക്ക് നേട്ടമാകും. വലിയ വിമാനങ്ങൾക്ക് മാത്രമാണ് ഹജ്ജ് സർവീസിന്റെ ടെൻഡറിൽ പങ്കെടുക്കാൻ സാധിക്കുക. സൗദിയ സർവീസ് നിർത്തിയതോടെ എയർ ഇന്ത്യ മാത്രമാണ് ഹജ്ജ് സർവീസ് നടത്തുന്നത്. ഇതോടെ കോഴിക്കോട് നിന്നുള്ള ഹജ്ജ് യാത്ര വലിയ നഷ്ടമായിരുന്നു. പുതിയ സാഹചര്യത്തിൽ ഹാജിമാർക്കും ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷ. തീർച്ചയായിട്ടും അതായത് രണ്ട് വലിയ സന്തോഷകരമായിട്ടുള്ള വാർത്ത തന്നെയാണ്. ഒരിടത്ത് കുറയുന്നു, ഒരിടത്ത് കൂടുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു വാർത്തകൾ. തീർച്ചയായിട്ടും നമുക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്രവാസിയായിട്ടുള്ളൊരു പ്രവാസിയുടെ ഭാര്യ നാട്ടിൽ മരണപ്പെട്ടിരിക്കുന്നു എന്നൊരു വാർത്ത വരുന്നുണ്ട്. ജിജേഷ് എന്നാണ്, കണ്ണൂർ സ്വദേശിയായിട്ടുള്ള ജിജേഷ് പ്രവീണ എന്ന സുഹൃത്തിനെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി മരിക്കുകയായിരുന്നു. ആത്മഹത്യയായിരുന്നു. ഭർത്താവ് ഗൾഫിലാണ്, പാവം. അദ്ദേഹം അവിടെ കിടന്ന് ജോലി ചെയ്യുന്നു. നാട്ടിൽ ഈ ഒരു സൗഹൃദ കൂട്ടായ്മ വഴിയാണ് ഇവർ പരിചയപ്പെടുന്നത്. സൗഹൃദം പതിയെ വഴിതെറ്റി പോകുന്നുവെന്ന് മനസ്സിലായതിന് പിന്നാലെ ഈ പ്രവീണ ഈ ജിജേഷിനെ ബ്ലോക്ക് ചെയ്തു എന്നാണ് അറിയുന്നത്. പിന്നീട് ഈ ബ്ലോക്കിംഗ് ആണ് പക കൂടി ഇവരെ കൊല്ലാനുള്ള ശ്രമം നടത്തിയതെന്ന് പറയുന്നു. ഏതായാലും പ്രവീണ ഇന്ന് പുലർച്ചെ മരിച്ചിട്ടുണ്ട്. പ്രവാസികളുടെ ഭർത്താവ് ഉടൻ തന്നെ നാട്ടിലെത്തുമെന്നാണ് വിവരം. തീർച്ചയായും അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു അവസ്ഥ, മാനസികാവസ്ഥ എത്രത്തോളം ഭീകരമാണ്, ഭയാനകമാണ് എന്നുള്ളതാണ്. എന്തായാലും മറ്റു വാർത്തകളും അടുത്ത ദിവസം കാണാം. നമസ്കാരം.